വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 3, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സാബത്തിൽ രോഗശാന്തി. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കുന്നതിനു വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റു നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ എന്താണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി. അത് സുഖപ്പെട്ടു. ഫരിസേയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹേറോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. യേശുവും സാബത്ത് നിയമവും. യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് സൃഷ്ടിക്കപ്പെട്ട വിവാദങ്ങളിൽ അധിക പങ്കും ശാബത്ത് ദിന ആചരണത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണാം. യേശു ശാബത്ത് നിയമം ലംഘിക്കുന്നു എന്നായിരുന്നു സമൂഹത്തിന്റെ പരാതി. വാസ്തവത്തിൽ യേശു ശാബത്ത് നിയമത്തിനെതിരല്ല, ശാബത്ത് നിയമത്തിന് നൽകുന്ന ദുർവ്യാഖ്യാനത്തിലാണ് യേശു എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഇടവന്നിട്ടുള്ളത് എന്ന് യേശുവിന്റെ ദർശനങ്ങള് അടുത്ത് മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് ബോധ്യമാകും. ശാബത്ത് നിയമം ദൈവം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യനായിട്ട് നൽകിയ ഒരു നിയമമാണ്. സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ സൃഷ്ടാവിനോടുള്ള കടപ്പാടും ആദരവും പ്രകടിപ്പിക്കുന്നതിനുള്ള മനുഷ്യന്റെ ഉത്തരവാദിത്വ ബോധത്തെ സംബന്ധിച്ച് അവനെ ബോധ്യപ്പെടുത്തുന്നതിനും അവനെ സഹായിക്കുന്നതിനും വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതാണ് ശാബത്ത് നിയമം എന്നുള്ളതാണ് സത്യമായിട്ടുള്ള അവസ്ഥ. ആത്യന്തികമായിട്ട് പറഞ്ഞാൽ അങ്ങനെ മനുഷ്യൻ ശരിയായിട്ടുള്ള മാർഗത്തിലൂടെ ജീവിച്ച് നന്മയിലൂടെ വളർന്നു വരാൻ വേണ്ടി അവനെ സഹായിക്കുന്ന ഒരു നിയമമാണ് ശാബത്ത് നിയമം. പക്ഷേ കാലങ്ങളുടെ ഓട്ടപ്പാച്ചിലിൽ അതിനെ സംഭവിച്ച വ്യാഖ്യാനങ്ങളും ഉപവ്യാഖ്യാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ നന്മകൾ പ്രവർത്തിക്കുന്നത് പോലും ശാബത്ത് ദിനത്തിൽ മുടക്ക് കൽപ്പിക്കാൻ ഇടവരുന്ന ഒരു പ്രതീതി സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ദുരന്തപൂർണമാക്കാൻ ഇടവരുന്ന വ്യാഖ്യാന രീതികളായി തീർന്നു ശാബത്തിനെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനങ്ങൾ. യഥാർത്ഥത്തിൽ ആവശ്യമനുഭവിക്കുന്ന തന്റെ സഹോദരനെ സഹായം എത്തിക്കുക എന്ന് പറയുന്ന ഉദാത്തമായ പ്രവർത്തനങ്ങൾ, നല്ലതായ പ്രവർത്തനങ്ങൾ പോലും ചെയ്യാൻ മുടക്ക് കൽപ്പിക്കാൻ ഇടവരുന്ന ഒരു നിയമമായിട്ട് തീർന്നു ശാബത്ത് നിയമം എന്നുണ്ടെങ്കിൽ അതിനെയാണ് യേശു ശക്തമായ രീതിയിൽ എതിർക്കുന്നത്. ഈ ദുർവ്യാഖ്യാനത്തെ യേശു എതിർക്കുന്നത് വ്യക്തമായ രീതിയിൽ പ്രകടിപ്പിക്കുന്ന ഒന്നാണ് ഇന്നത്തെ സുവിശേഷം എന്ന് നമുക്ക് കാണാം. യേശു സിനഗോഗ് സമ്മേളനങ്ങളിൽ സംബന്ധിച്ചിരുന്ന കാലമായിരുന്നു അത്. അന്നൊരു ദിവസം ശാബത്ത് ദിനമായിരുന്നു. യേശു സിനഗോഗിൽ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന അവസരത്തില് സമ്മേളനത്തിൽ പങ്കുപറ്റുന്ന വ്യക്തികളിൽ ഒരുവന്റെ കൈ രണ്ടും ശോഷിച്ചതായിട്ട് യേശുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ മനുഷ്യന്റെ ദയനീയ സ്ഥിതി കണ്ട് മനസ്സ് അലിവ് തോന്നിയിട്ടായിരിക്കണം യേശു ആ മനുഷ്യനെ വിളിച്ച് മുന്നിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. സമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുന്ന ആളുകള് ഇവൻ ശാബത്ത് നിയമം ലംഘിക്കാൻ പോകുന്നുണ്ടോ ഇല്ലേ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി തന്നെ ഏതാനും പേരൊക്കെ ആ സമ്മേളനത്തിൽ ഉണ്ടായി കാണണം. യേശു ജനങ്ങളോടായിട്ട് ചോദിക്കുന്നു, ശാബത്ത് ദിനമാണ് ഇന്ന് എന്ന് എനിക്കറിയാം. ശാബത്ത് ദിനമായി ഇന്ന് നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാണ് വിഹിതം, ഏതാണ് ഉചിതം? ഈ ദയനീയ സ്ഥിതിയിൽ നിൽക്കുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് നന്മയാണോ തിന്മയാണോ? നിങ്ങൾ തന്നെ പറയുവേ. പരിപൂർണ നിശബ്ദതയായിരുന്നു അതിനുത്തരം. ആ നിശബ്ദതയുടെ അടിസ്ഥാനം അവരുടെ കുടിലതന്ത്രങ്ങളായിരുന്നു എന്ന് യേശു മനസ്സിലാക്കിയപ്പോ
രോഷത്തോടു കൂടി തന്നെ യേശു ആ സുഖമില്ലാത്ത മനുഷ്യനെ നോക്കിക്കൊണ്ട് പറയുന്നു, മകനെ, നിന്റെ കൈകൾ ഉയർത്തുക. യേശുവിന്റെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് ആ കൈ ശോഷിച്ച മനുഷ്യൻ കൈ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. തൽക്ഷണം ആ കൈകൾ രണ്ടും സുഖമാകുന്നു. സാബത്ത് ദിനത്തിൽ അവൻ അത്ഭുതം പ്രവർത്തിച്ചു. അത് സാബത്ത് ദിനത്തിന്റെ അല്ലെങ്കിൽ നിയമത്തിന്റെ ലംഘനമാണ് എന്നുള്ള വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സമ്മേളനത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിരുന്ന ആളുകളിൽ പലരും യേശുവിനെ എതിരായിട്ട് ധർമ്മരോഷം പുറപ്പെടുവിക്കാനിടവരുന്നു. പലരും ആ സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നല്ല, യേശുവിനെ അടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വടി അവരെ കയ്യിൽ കിട്ടി എന്നുള്ള സന്തോഷത്തോടു കൂടി ആ സമ്മേളനത്തിൽ നിന്ന് അവരെ ഇറങ്ങിപ്പോയി. അതുവരെ ശത്രുതയിലായിരുന്ന ഹെറോദോസ് പക്ഷക്കാരുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് യേശുവിനെതിരായിട്ടുള്ള വലിയ പ്രചരണത്തിന് വേണ്ടിയുള്ള ആക്കം കൂട്ടുന്ന യഹൂദ സമുദായാംഗങ്ങളെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിലൊന്നും ഒട്ടും പതരാതെ, തളരാതെ, തകരാതെ, തീർത്തും ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും തന്റെ ഇടവും ആർജവത്വവും കാണിച്ച ധീരനായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് സുവിശേഷത്തിലെ യേശുവിനെ നമുക്ക് കണ്ടെത്താവുന്നത്.